നമ്മളേറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനാണ് സലീം കുമാർ. അദ്ദേഹം വിടവാങ്ങിയല്ലോ. അദ്ദേഹത്തിന്റെ മരണാന്തര ചടങ്ങിലുടനീളം അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ചന്തു വളരെ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണാം. ആ പ്രതികരണം വേറെ ആർക്കും നേരെയല്ല, മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നല്ലോ. ഈ മാധ്യമങ്ങൾ പലപ്പോഴും അതിരിവിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആൾക്കാരുടെ കണ്ണീര് വീറ്റ് കാശാക്കുന്നതാണ് അവരുടെ ഒരു മാധ്യമ ധർമ്മം. ഒരു മരണ വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വിതുമ്പുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഇവർക്ക് നൽകേണ്ട പ്രയോറിറ്റിയാണോ, അതോ ഈ മരണ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന വികാരപരമായ ദൃശ്യങ്ങൾ അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കാണാനിരിക്കുന്ന പ്രേക്ഷകർക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് മാധ്യമപ്രവർത്തകരായാലും ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇതാദ്യമായല്ല ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നത്. മുൻപ് കേരളത്തിൽ ഏത് രാഷ്ട്രീയക്കാരൻ മരിച്ചാലും, അല്ലെങ്കിൽ ഒരു സിനിമ താരമായിക്കോട്ടെ, അങ്ങനെ പല സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ, ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന, അവിടേക്ക് വരുന്ന സെലിബ്രിറ്റീസ്, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് കാണാനിരിക്കുന്ന ആളുകളിലേക്ക് തീർച്ചയായിട്ടും അവർ ഇതിനെ പ്രതിരോധിക്കുക. അത് മാധ്യമധർമ്മമാണ്. ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ അത് കേരളത്തിലെ ഈ മരണവീട്ടിൽ വന്നു കയറുന്ന കേവലം കുറച്ച് ആളുകളെക്കാൾ അത് കേരളത്തിലെ ഒരു പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഒരു മാധ്യമം എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് പറയും. പക്ഷേ ഒരു ദൃശ്യം പകർത്തുമ്പോൾ അവിടെ നമുക്ക് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒരു ദൃശ്യം പകർത്തുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മനസാക്ഷി, അത് എടുക്കേണ്ട ഒരു ഔചിത്യം എന്ന് പറയുന്നത്, അത് ഔചിത്യം ഇല്ലാത്തടത്ത് പോയി ക്യാമറ വയ്ക്കുന്നതും ഔചിത്യം ഉള്ളിടത്ത് പോയി ക്യാമറ വയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എത്രത്തോളം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളാണ്. കാരണം മെയിൻ സ്ട്രീം ചാനലുകൾ, അതായത് ടെലിവിഷനുകളെക്കാൾ കൂടുതൽ ഇന്ന് ആളുകൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആശ്രയിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ്. കാരണം അത് ഏത് തരത്തിലായിക്കോട്ടെ, ആ വരുന്ന ഒരു മീഡിയം, അതിലൂടെ നല്ല വാർത്തകൾ കിട്ടാം, മോശം വാർത്തകൾ കിട്ടാം, പക്ഷേ അത് ലഭിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് നിർണായകമാണ്. പക്ഷേ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും ഇങ്ങനെ അതിരുവിടുന്നു, മരണവീടുകളിൽ അതിരുവിടുന്നു, അല്ലെങ്കിൽ ഔചിത്യം പാലിക്കേണ്ട സ്ഥലങ്ങളിൽ കാണിക്കേണ്ട കേവല മര്യാദ കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇതാദ്യമായില്ല. മുൻപ് ശ്രീനിവാസൻ മരണപ്പെടുമ്പോൾ ഇതിൻ്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകരുടെ കടന്നുകയറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് അയാളൊരു ഭർത്താവായിരിക്കും, ഒരു മക്കൾക്ക് അവരുടെ സ്നേഹനിധിയായിട്ടുള്ള അച്ഛനായിരിക്കാം. അങ്ങനെ പലതരത്തിൽ വികാരങ്ങളിലൂടെ ആ കുടുംബം അവരുടെ ഏറ്റവും വലിയ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുഖത്തെ വികാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മുഖത്തെ സങ്കടം, അല്ലെങ്കിൽ അവരുടെ മുഖത്തെ എന്തെങ്കിലും ഒരു ഭാവം, ഈ ഭാവങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പകർത്തിവിട്ട് അത് കാണാനിരിക്കുന്ന പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ റവന്യൂ ജനറേറ്റിംഗ് സോഴ്സ് ആയിരിക്കും. പക്ഷെ അതിനും അപ്പുറം അതൊരു തീർത്തും മര്യാദകേടായിട്ടുള്ള ഒരു സമീപനമാണ്. ഇത് ശ്രീനിവാസൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ആളുകൾ, അതിനൊപ്പം ഒരു സ്വാമി അവിടെ ഇടിച്ചു കയറി ചെന്ന് ഏതീസ്റ്റ് ആയിട്ടുള്ള ശ്രീനിവാസൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തി. അതായത് ജീവിതത്തിലുടനീളം ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്ന ശ്രീനിവാസൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് ഹൈന്ദവ വിശ്വാസപ്രകാരം അവിടെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തീകരിച്ച് അദ്ദേഹം വീട്ടിൽ പോയി. കാരണം അവിടെ കിട്ടുന്ന ഒരു പ്രശസ്തി, അവിടേക്ക് കടന്നു വരുന്ന ആളുകളുടെ ഒരു ഫെയിം തീർച്ചയായിട്ടും ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ വളർത്തിയതിൽ കേരളത്തിലെ സിനിമാ താരങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. കാരണം ഒരു അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങിന് വരുന്ന ലാഘവത്തോടെ അവരെ മരണ വീട്ടിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നത് തീർത്തും ലജ്ജാകരമാണ്. കാരണം ഇപ്പോൾ അമ്മയുടെ ഒരു ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് കൊച്ചിയിലെ അമ്മ ഓഫീസിലേക്ക് നിരവധിയായിട്ടുള്ള മാധ്യമപ്രവർത്തകർ, സിനിമാ താരങ്ങൾ നടന്നു വരുന്നു. ഇവരുടെ മുഖത്തേക്കും, അല്ലെങ്കിൽ ഇവരുടെ അരുതാത്തരത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ക്യാമറ വെച്ച് അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പങ്കുവെക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഫെയിം അവർ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അപകടം അവർ തിരിച്ചറിയുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇങ്ങനെ ഔചിത്യമില്ലാത്തടത്ത് ക്യാമറ വയ്ക്കുമ്പോൾ ഇത് നിസ്സാരമാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമാ നടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ മാറിടത്തിലും അവരുടെ തുടയിലും ഒക്കെ കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് അതൊരു കൃത്യമായിട്ടുള്ളൊരു ക്രൈമാണെന്നൊരു വിചാരം ഇവർക്കില്ല. പക്ഷേ അങ്ങനെ വിട്ട് അവർ തന്നെ വിചാരിക്കും ഇത് സ്വാഭാവികമാണ്, അങ്ങനെ ചെയ്താൽ ഞങ്ങളെ ആരും ഒന്നും പറയില്ല, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കുറച്ചു പേരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ മരണ വീടുകളിൽ പാലിക്കേണ്ട ഔചിത്യം എന്ന് പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമപ്രവർത്തകർ, അത് ഓൺലൈൻ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, മെയിൻ സ്ട്രീം മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, അവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അവിടേക്ക് വരുന്ന ആളുകളുടെ മുഖത്തെ വികാരങ്ങൾ പകർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ ഇവർക്കൊരു പ്രോട്ടോകോൾ
കൊടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഒരു ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുമ്പോൾ അവിടെ ഒരു പോഡിയം സെറ്റ് ചെയ്തിട്ട് അവിടേക്ക് ക്യാമറ അല്ലെങ്കിൽ ചാനൽ ക്യാമറകളും മൈക്കുകളും എല്ലാം ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ആ മരണപ്പെട്ട ആളെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ആ സ്ഥലത്ത് പോയി അവിടെ വെച്ചിരിക്കുന്ന ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് അവിടെ ഒരു അനുശോചനം പറഞ്ഞ് തിരികെ അയാൾക്ക് അവിടെ എത്തിയ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങിപ്പോകാം. പക്ഷെ അതിന് പകരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടത് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ പുറത്ത് വന്നു കൂടിയ ആളുകളിൽ ഒരാളോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ഈ സമയത്ത് അദ്ദേഹം അഭിനയിച്ച ഏത് സിനിമയിലെ കോമഡി രംഗമാണ് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നതെന്ന്. എന്തൊരു മര്യാദകേടാണെന്ന് ഓർക്കണം. കാരണം ഒരു അതുല്യനായ 3 പതിറ്റാണ്ടോളം കേരളത്തെ ചിരിപ്പിച്ച ഒരു അതുല്യനായിട്ടുള്ളൊരു കലാകാരൻ, നാഷണൽ അവാർഡ് അടക്കം നേടിയൊരു കലാകാരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ പുറത്ത് കാണാമെന്ന് അയാൾ ഏത് മാനസികാവസ്ഥ ആയിക്കോട്ടെ അയാളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയിൽ ഏത് നർമ്മരംഗമാണിപ്പോൾ ഓർക്കുന്നതെന്ന്. കാരണം ആ ഒരു സമയത്ത് ആ ആശുപത്രിയിലേക്ക് ഒരുപാട് പേർ ഓടിയെത്തുന്നു. അവരുടെ വികാരങ്ങൾ, ഒരുപക്ഷെ അവരുടെ മുഖത്തൊരു സങ്കടമില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വികാരങ്ങൾ പുറത്ത് കാണിക്കാൻ പറ്റുന്നവരല്ല. പക്ഷേ അവരുടെ മുഖത്തൊരു സങ്കടമില്ലെങ്കിൽ അയാൾക്കൊരു സങ്കടമില്ല, ചിരിച്ചുകൊണ്ടാണ് അവിടെ ആശുപത്രിയിൽ നടക്കുന്നത്. അല്ലെങ്കിൽ മരണവീട്ടിൽ പാലിക്കേണ്ട ഒരു മര്യാദ എന്താണ്? മരണവീട്ടിൽ പാലിക്കേണ്ട മര്യാദ ഈ ക്യാമറകളുമായിട്ട് ഈ മരണപ്പെട്ട് കിടക്കുന്ന ആളുടെ ശവപ്പെട്ടിയിലേക്കും അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ബന്ധുക്കളുടെ മുഖത്തേക്കും ക്യാമറ തിരിക്കുന്നതിനപ്പുറം മര്യാദകേടൊന്നും ഇവിടെ വന്നു കാണിക്കുന്നവർ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പലതരത്തിൽ ഇത് അതിരുവിടുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഞായറാഴ്ച ഈ പറവൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നു. അതിനുശേഷം സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ടാകുന്നു. കുടുംബാംഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സമീപത്തിരിക്കുമ്പോൾ തന്നെ അവിടെ വലിയ രീതിയിൽ പുറകിൽ നിന്ന് തള്ളലും പിടിക്കലും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പോലീസുകാർ പോലും, കാരണം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു സംസ്കാര ചടങ്ങാണ്, അപ്പോൾ അതിൻ്റേതായ സുരക്ഷാ പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ട ഒരു ഇടമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോലും ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത്, അത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ സാധാരണ ജനമായിക്കോട്ടെ, അവിടെ ദിലീപ് നിൽക്കുന്നുണ്ട്. ഏറെക്കാലം സലിംകുമാറിനൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഭാഗമായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വന്നിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് ഒരാൾ ആവശ്യപ്പെടുകയാണ് എനിക്കൊരു സെൽഫി വേണമെന്ന്. എന്തുതരം മാനസികാവസ്ഥയിലൂടെയാണ് ഇവരൊക്കെ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാനുള്ള കേവല മര്യാദ ഇവരാരും കാണിക്കുന്നില്ലെന്നാണുള്ളത്. കാരണം അവിടെ ദിലീപും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ കിട്ടുന്ന ഒരു ദൃശ്യം അത് പങ്കുവെച്ച് സാമൂഹിക മാധ്യമത്തിൽ ഇടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിന് വരുന്ന കമൻറ്റുകൾ. അത് എന്തായാലും ഇവർ രണ്ടുപേരെയും നല്ലത് പറഞ്ഞൊരു കമൻറ്റ് അതിൽ വരില്ല എന്ന് ഇവർക്കും അറിയാം. കാരണം അതിലേക്ക് വരുന്ന കമൻറ്റുകളാണ് ഇവരുടെ റീച്ചിൻ്റെ ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റീച്ച് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ അതിനെ ഏറ്റവും ധൈര്യത്തോടെ നേരിട്ടതാണ് സലിംകുമാറിൻ്റെ മകനായിട്ടുള്ള ചന്തു. കാരണം ശ്രീനിവാസൻ മരണപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നിരാശരായിട്ട് അവിടെ വിയോഗത്തിൽ വിഷമിച്ചിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും അടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് പറയാൻ പറ്റാതെ പോയ ഒരു കാര്യമാണ് ഇന്നലെ ചന്തു സലിംകുമാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വിയോഗവേളയിൽ മാധ്യമങ്ങളോട്, അല്ലെങ്കിൽ അവിടെ തടിച്ചുകൂടിയ ഔചിത്യമില്ലാത്ത ആളുകളോട് പറഞ്ഞത്. അങ്ങനെ തന്നെ വേണം. കാരണം ഇനിയെങ്കിലും ഒരു മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ അത് ഒരു മരണവീട്ടിലേക്കാണ് കടന്നു വരുന്നത് എന്നുള്ള ഔചിത്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ മേലേക്ക് ഒരു രാഷ്ട്രീയ ചായ്വിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഷാൾ ഇടാൻ പോകുന്ന മര്യാദകേട് ഒരു രാഷ്ട്രീയ അണിയും കാണിക്കരുത്. അതേപോലെ മരണവീട്ടിൽ ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യനോടോ അയാളുടെ കുടുംബാംഗങ്ങളോടോ ഇല്ലാത്ത സഹാനുഭൂതി അയാളുടെ പ്രേക്ഷകർക്ക് നൽകാൻ ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളായിക്കോട്ടെ ആരും ശ്രമിക്കരുത്. ഇങ്ങനെ ഇനിയെങ്കിലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. കൃത്യമായിട്ടുള്ളൊരു അതിർത്തി ഈ മാധ്യമങ്ങൾക്ക്, അത് മരണവീടാണെങ്കിൽ പോലും മരണവീടായിക്കോട്ടെ, അതേതെങ്കിലും ഉദ്ഘാടന കർമ്മങ്ങൾക്ക് എത്തുന്ന സെലിബ്രിറ്റികൾക്കായിക്കോട്ടെ, നടിമാരുടെ മാറിടത്തിലേക്ക് ക്യാമറ തിരിക്കുന്നത് പോലെ ഇനിയെങ്കിലും ഈ മരണവീടുകളിലേക്ക് ഔചിത്യമില്ലാതെ ക്യാമറകൾ തിരിക്കാതിരിക്കുക. ശരി.